ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. ശാബത്തിൽ രോഗശാന്തി. ഒരിക്കൽ ഒരു ഗുരു നദിക്കരയിലിരുന്ന് ധ്യാനിക്കുകയാണ്. കുറുകെയുള്ള പാലത്തിലൂടെ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ശിഷ്യൻ കാൽ തെന്നി നദിയിലേക്ക് വീഴുന്നു. മരണവെപ്രാളത്തിൽ ശിഷ്യൻ്റെ ഉച്ചത്തിലുള്ള ബഹളം കേൾക്കാം: "എനിക്ക് നീന്തൽ അറിയില്ല, എന്നെ രക്ഷിക്കൂ" എന്ന്. ഇത് കേൾക്കുന്ന ഗുരു കണ്ണുപോലും തുറക്കാതെ വളരെ ശാന്തമായി മറുപടി പറയുന്നുണ്ട്: "എനിക്കും നീന്തൽ അറിയില്ല, എന്നിട്ടും ഞാൻ ശാന്തമായി ധ്യാനിക്കുന്നില്ലേ? നിനക്കും അതുപോലെ ധ്യാനിച്ചൂടെ" എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്നേഹത്തെ ധ്യാനിക്കാതെ വെറുതെ യാന്ത്രികമായി അവ തുടർന്നാൽ ഹൃദയങ്ങൾ കഠിനമായി പോകും. യാന്ത്രികമായ ശാബത്താചരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈശോ ഈ ഒരു കൈ ശോഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്താനായിട്ട് ധൈര്യപ്പെടുന്നത്. ഫരിസേയരുടെ ലക്ഷ്യം ഈശോയിൽ കുറ്റമാരോപിക്കുക എന്നും മാത്രമാണ് എങ്കിൽ കൂടി ശാബത്തിൻ്റെ പേരിൽ ഒരുവനിലെ സൗഖ്യത്തിൻ്റെ സാധ്യതകൾ കെടുത്തിക്കളയാൻ കൂടി വെമ്പൽ കൊള്ളുന്ന അവരുടെ കഠിന ഹൃദയത്തെ ഈശോ കാണുന്നുണ്ട്. മഴക്കാലത്ത് പച്ചപുതച്ചു നിൽക്കുന്ന പല കതിർപ്പാടങ്ങളും വേനൽക്കാലം ആകുമ്പോഴേക്കും വരണ്ട് ഉണങ്ങി പച്ചപ്പില്ലാതെ വിണ്ടുകീറി കിടക്കാറുണ്ട്. ജലത്തിൻ്റെ നനവ് പറ്റി കല്ലുപോലെ ഉറച്ച് വിണ്ടുകീറിക്കിടക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ വീണ്ടും ഒരു മഴ ലഭിച്ചാലേ പച്ചപ്പണിയൂ. മനുഷ്യൻ്റെ ഹൃദയനിലങ്ങൾ ആർദ്രത വറ്റി കല്ലുപോലെ കഠിനമായി അങ്ങനെ കിടക്കുന്ന അവസ്ഥയെ ഈശോ നോക്കുന്നത് ദുഃഖത്തോടും കോപത്തോടും കൂടിയാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റുള്ളവരിൽ ഒരു നന്മ വിരിയാനുള്ള സാധ്യതകൾക്ക് മുന്നിൽ വഴിമുടക്കുന്ന തടസ്സങ്ങളായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഹൃദയകാഠിന്യങ്ങൾ കരുണയുടെ നനവുകൊണ്ട് അലിയിച്ചു കളയണം. സങ്കീർത്തനം 103-ന്റെ 8-ാം വാക്യത്തിൽ സങ്കീർത്തകൻ മനസ്സിലാക്കിയ അവൻ്റെ ഹൃദയത്തിൻ്റെ സവിശേഷത കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് എന്നതാണ്. അപരന് ഒരു നന്മ വരുമ്പോഴേക്കും അസൂയപ്പെടാനും കുറ്റം കണ്ടുപിടിക്കാനും മാത്രം കഠിനമാണ് നമ്മുടെ ഹൃദയങ്ങൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ നനവ് വറ്റിപ്പോയ അനുഭവങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയനിലത്തും അവൻ്റെ ആർദ്രഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ മഞ്ഞുകണങ്ങൾ പൊഴിയട്ടെ. ഏതു സാഹചര്യത്തിലും തിന്മയേക്കാളുപരി നന്മയായവ തിരഞ്ഞെടുക്കുവാൻ ഈശോയുടെ സ്നേഹത്തിൻ്റെ നനവിനാൽ കഠിനഹൃദയങ്ങൾ ആർദ്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിനം നേരുന്നു.